എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്നും അതുപോലെ തന്നെ എന്താണ് പ്രൊമോഷൻ എന്നും എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊമോഷൻ എന്നും അഡ്വർടൈസ്മെൻറ്റ് എന്താണ്, പ്രൊമോഷണൽ മിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ ടൂൾസ് ഓഫ് യൂസ്ഡ് ഫോർ എ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, കമ്മ്യൂണിക്കേഷൻ പ്രോസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു. ഹൗ ടു ഇവാലുവേറ്റ് എ അഡ്വർടൈസ്മെൻറ്റ്, വാട്ട് ഈസ് അഡ്വർടൈസ്മെൻറ്റ് എന്നീ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഫസ്റ്റ്, വാട്ട് ഈസ് പേഴ്സണൽ സെല്ലിംഗ്. നമ്മൾക്കറിയാം, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പേഴ്സണൽ സെല്ലിങ്, അല്ലെങ്കിൽ ആ ഒരു വേർഡ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒന്നാണ്. നമ്മൾക്ക് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ സെല്ലിംഗ് ഈസ് നോട്ട് ആസ് എ ഫേസ് ടു ഫേസ് സെല്ലിംഗ് ഇൻ വിച്ച് വൺ പേഴ്സൺ ഹു ഈസ് ദ സെയിൽസ്മാൻ ട്രൈസ് ടു കൺവിൻസ് ദ കസ്റ്റമർ ഇൻ ബൈയിങ് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം, ഒരു പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിൽസ്മാന് ഒരു കസ്റ്റമറെ അത് ഫേസ് ടു ഫേസ് ആയിട്ട് മേടിപ്പിക്കുക, അത് മേടിക്കാൻ താല്പര്യം, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അത് ബൈ ചെയ്യാൻ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇത് ഒരു പ്രൊമോഷണൽ മിക്സിൻ്റെ ഒരു ഭാഗമാണ്. ഇറ്റ് ഈസ് എ പ്രൊമോഷണൽ മെത്തേഡ് ബൈ വിച്ച് ദ സെയിൽ പേഴ്സൺ യൂസസ് ഹിസ് ഓർ ഹെർ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ടു അറ്റംപ്റ്റ് മേക്ക് എ സെയിൽ. ഒരു കച്ചവടം നടത്തുന്നതിന്, വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സെയിൽസ്മാൻ അദ്ദേഹത്തിൻ്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അത് വിൽക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ്? ടു സെർവ് ദ നീഡ്സ് ഓഫ് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൻ്റെ നീഡ് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ടു സെർച്ച് ഔട്ട് ആൻഡ് ഒബ്റ്റെയിൻ ന്യൂ കസ്റ്റമേഴ്സ്. പുതിയ കസ്റ്റമേഴ്സിനെ സെർച്ച് ഔട്ട് ചെയ്യാനും അതുപോലെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പേഴ്സണൽ സെല്ലിങ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് ടു ഇൻഫോം ദ കസ്റ്റമേഴ്സ് അബൌട്ട് ചേഞ്ചസ് ഇൻ ദ പ്രോഡക്റ്റ്, ടു അസിസ്റ്റ് ദ ഡീലേഴ്സ് ഇൻ സെല്ലിങ് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം, പേഴ്സണൽ സെല്ലിങ്ങിലൂടെ ആയിരിക്കും കൂടുതലായിട്ടും നമ്മൾ പ്രോഡക്റ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നവരാണെങ്കിൽ അതിൽ വരുന്ന മാറ്റങ്ങൾ കൂടുതൽ പെട്ടെന്ന് അറിയാനുള്ളൊരു മെത്തേഡ്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പേഴ്സണൽ സെല്ലിങ് സഹായിക്കും. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിലുള്ള ചേഞ്ചസ്, മാറ്റങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ, സ്ഥിരമായിട്ട് മേടിക്കുന്ന കസ്റ്റമേഴ്സിനെ അറിയിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഡീലേഴ്സിന് അത് പ്രോഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടി സഹായിക്കുക. ടു പ്രൊവൈഡ് ടെക്നിക്കൽ അഡ്വൈസ് ആൻഡ് അസിസ്റ്റൻറ്റ് ടു കസ്റ്റമേഴ്സ് ആൻഡ് മിഡിൽമെൻ. നമ്മളുടെ കസ്റ്റമേഴ്സിന് ടെക്നിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ ആ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഈസ് സെയിൽസ്മാൻഷിപ്പ്. പേഴ്സണൽ സെല്ലിംഗ്, other one is salesmanship. It is the process for assisting and persuading a prospective customer to buy a commodity or service. നമുക്കറിയാം, സെയിൽസ്മാന് കൂടുതൽ ഷോപ്പിലുണ്ടായിരിക്കുക, അവർ പേഴ്സണലായിട്ട് സെല്ല് ചെയ്യുക എന്നുള്ളതിലുപരിയായിട്ട് നമ്മൾക്ക് എന്താണ് ആവശ്യം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്ന് അവരെ കൊണ്ട് സാധനങ്ങൾ മേടിപ്പിക്കുക. അപ്പോൾ ഒരു കസ്റ്റമർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റിനെ തേടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് പറഞ്ഞ്, പ്രോസ് ആൻഡ് കോൺസ് പറഞ്ഞ് ആ ഒരു പ്രോഡക്റ്റ് മേടിപ്പിക്കുക എന്നുള്ളതാണ് സെയിൽസ്മാൻഷിപ്പ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ് ആൻഡ് പെർസ്യൂഡിംഗ് ഓൺ പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ടു ബൈ എ കമ്മോഡിറ്റി ഓർ സർവീസ്. ഇറ്റ് ഈസ് ആൻ എബിലിറ്റി ടു മേക്ക് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രോഡക്റ്റ് ഓഫേർഡ് ഫോർ സെയിൽ ഓർ കൺവേർട്ട് ദിസ് ഇൻട്രസ്റ്റ് ടു ആൻ ആക്ച്വൽ സെയിൽ. നമ്മുടെ കസ്റ്റമറിന് ഉണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് അതൊരു ആക്ച്വൽ സെയിൽസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് സെയിൽസ്മാൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് പ്രോഡക്റ്റ്. പേഴ്സണൽ സെല്ലിങ്ങിൻ്റെ പ്രോസസ്സാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് പ്രോസ്പെക്റ്റിംഗ്. പ്രോസ്പെക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈങ് ആൻഡ് മേക്കിംഗ് എ ലിസ്റ്റ് ഓഫ് പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. അതായത് നമ്മുടെ ഒരു ലിസ്റ്റ്, ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പ്രീ അപ്രോച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ മേടിക്കാനായിട്ട് അവരുമായിട്ട് സമീപിക്കുന്നതിന് മുമ്പുള്ളതിനാണ് പ്രീ അപ്രോച്ചിങ്. മീൻസ് ഗെറ്റിംഗ് റെഡി ഫോർ അപ്രോച്ച്.
അതായത് നമ്മുടെ കസ്റ്റമർ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പഠിച്ച് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. ആ കസ്റ്റമറുടെ ടേസ്റ്റ് എന്താണ്, കസ്റ്റമറുടെ പ്രിഫറൻസ് എന്താണ് എന്നുള്ളത്. നെക്സ്റ്റ് ഈസ് അപ്രോച്ചിങ് സ്റ്റേജിലാണ് നമ്മൾ ടു മീറ്റിംഗ് ദ പ്രോസ്പെക്ട്സ്. അതായത് നമ്മുടെ പ്രോസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമറെ നമ്മൾ മീറ്റ് ചെയ്യുന്നു. സെയിൽസ്മാൻ ഷുഡ് ഗ്രീറ്റ് ദ പ്രോസ്പെക്ട് വിത്ത് എ പോസിറ്റീവ് മൈൻഡ് ആൻഡ് പ്ലസൻറ്റ് അപ്പിയറൻസ്. നമ്മൾക്കറിയാം, ഒരു കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സെല്ലിംഗ് നടത്തുന്ന ആളുടെ പേഴ്സണൽ സെല്ലർ എപ്പോഴും ഒരു പ്ലസൻ്റ് ആയിരിക്കണം, എന്നിട്ട് അവരെ അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് അപ്രോച്ച് ചെയ്യുന്നത്. പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ സ്റ്റേജിൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച്, അതിൻ്റെ പ്രോസും കോൺസും എല്ലാം, അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മുടെ കസ്റ്റമേഴ്സിന്, പ്രോസ്പെക്റ്റീവായിട്ടുള്ള ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻ. അവരുടെ അടുത്തു നിന്നുള്ള ഒബ്ജെക്ഷൻസ്. ആഫ്റ്റർ പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ കസ്റ്റമർ മേ റൈസ് സെവറൽ ഡൗട്ട്സ് ആൻഡ് ഒബ്ജെക്ഷൻ റിലേറ്റിംഗ് ദ പ്രോഡക്റ്റ്. നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യങ്ങളും ഒരു കസ്റ്റമറോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള, നമ്മൾ കസ്റ്റമറുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ഒരു പേഴ്സണൽ സെല്ലർ നമ്മളുടെ വീട്ടിൽ വന്ന് എന്ത് കച്ചവടം നടത്തുകയാണെങ്കിലും ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, ആ ഒരു കമ്പനിയെക്കുറിച്ച്, വിലയെക്കുറിച്ച്, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മൾക്കുണ്ടായിരിക്കും. അതാണ് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. ആ പേഴ്സണൽ സെല്ലർ നമ്മുടെ കസ്റ്റമറുടെ അടുത്തു നിന്നുള്ള ആ ഒരു ഒബ്ജെക്ഷൻസ്, അവരുടെ എൻക്വയറീസ് അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജെക്ഷൻസ് എല്ലാം കേട്ട് അത് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ക്ലോസിങ് ദ സെയിൽ. ഹാൻഡിൽ ചെയ്ത് അതും പ്ലസൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ നമ്മൾ ആരെയാണോ മീറ്റ് ചെയ്യുന്നത്, നമ്മൾ ആരെയാണോ അപ്രോച്ച് ചെയ്യുന്നത്, അവർ തീർച്ചയായിട്ടും പ്രോഡക്റ്റ് മേടിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്ലോസിങ് ദ സെയിൽ. നമ്മൾ പൈസ മേടിച്ച് ബില്ല് കൊടുത്ത് ക്ലോസ് ദ സെയിൽ. നെക്സ്റ്റ് ഈസ് ഫോളോ അപ്പ്. നമ്മുടെ പ്രോഡക്റ്റ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മളുടെ സെയിൽസ് കൂട്ടുക. ഇത്രയാണ് സ്റ്റെപ്സ് ഇൻ സെല്ലിംഗ് ഓർ പേഴ്സണൽ സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പയർ ചെയ്യുക, പ്രോസ്പെക്റ്റിംഗ്, പ്രീ അപ്രോച്ചിങ്, പ്രസൻറ്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്, ക്ലോസിംഗ് ദ സെയിൽ, ഫോളോ അപ്പ്. നെക്സ്റ്റ് ഈസ് AIDA അപ്രോച്ച്. AIDA അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇസ് ആൻ എഫക്റ്റീവ് ആൻഡ് പോപ്പുലർ അപ്രോച്ച് ടു സെയിൽസ് ആക്ടിവിറ്റീസിനായിട്ട് കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് AIDA അപ്രോച്ച്. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഫസ്റ്റ് അറ്റൻഷൻ കൊടുക്കുക. എന്താണ് സെയിൽസ്മാൻ ഷുഡ് അട്രാക്ട് ദ അറ്റൻഷൻ ഓഫ് ദി പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. നമ്മുടെ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമറിന് അറ്റൻഷൻ, അവർക്ക് ശ്രദ്ധ കൊടുക്കുക. അവരുടെ ആവശ്യം എന്താണ് ടുവേർഡ്സ് ഹിം ആൻഡ് ദ പ്രോഡക്റ്റ്. അട്രാക്റ്റീവ് അപ്പിയറൻസ്, പ്ലസിംഗ് മാനേഴ്സ്. അവരെ അട്രാക്റ്റീവായിട്ട് അപ്പിയർ ചെയ്യുക. നമ്മൾ പ്ലസിംഗ് മാനേഴ്സ് ആൻഡ് എഫക്റ്റീവ് ബിഗിനിങ് ഓഫ് ദ സെയിൽസ്. അതാണ് AIDA അപ്രോച്ചിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ്? ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ്. ആഫ്റ്റർ അട്രാക്റ്റിംഗ് ദ അറ്റൻഷൻ ഓഫ് ദ പ്രോസ്പെക്റ്റീവ് ടുവേർഡ്സ് ദ പ്രോഡക്റ്റ്, ദ സെയിൽസ്മാൻ ഷുഡ് ട്രൈ ടു ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദെയർ മൈൻഡ് ഫോർ ദ പ്രോഡക്റ്റ്. നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറ്റൻഷൻ കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായിരിക്കും ഈ ഒരു പ്രോഡക്റ്റിന് അദ്ദേഹത്തിന് ആവശ്യമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ആവശ്യമുണ്ട്, പക്ഷെ നമ്മുടെ പ്രോഡക്റ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഡിസയർ. മൂന്നാമത്തെ സ്റ്റേജ്. അറ്റൻഷൻ കഴിഞ്ഞു, ഇൻട്രസ്റ്റ് നമ്മൾ കസ്റ്റമറിൽ ഉണ്ടാക്കി. നെക്സ്റ്റ് ഈസ് ഡിസയർ. മോർ ഇൻട്രസ്റ്റ് ഇൻ ദ പ്രോഡക്റ്റ് is not sufficient. It has to be converted into desire backed by ability and willingness to buy. നമ്മൾക്കറിയാം, ആ കസ്റ്റമറിൽ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായാലും പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മേടിക്കാനുള്ള ഒരു സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മണി ഈസ് നോട്ട് സഫിഷ്യൻറ്റ്. ഇറ്റ് ഹാസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഡിസയർ ബാക്ക്ഡ് ബൈ എബിലിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു ബൈ. The salesman should convince the buyer that the product is the right one and which he needs. അത് അവരുടെ നമ്മൾ ഇൻട്രസ്റ്റ്, ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്.
നമ്മൾ അവരെ പറഞ്ഞ് അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ ആവശ്യത്തിനുള്ള അവരുടെ നീഡ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് ഇത് തന്നെയാണ് എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവരിൽ വില്ലിങ്നെസ് ടു ബൈ ഉണ്ടാക്കുക, മേടിക്കാനുള്ള താല്പര്യം ജനിപ്പിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് ആക്ഷൻ. ലാസ്റ്റ് സ്റ്റേജാണ് ആക്ഷൻ. ഈ ഐഡിയ അപ്രോച്ച് വെച്ചിട്ട് ലാസ്റ്റ് സ്റ്റേജാണ് ആക്ഷൻ. ആക്ഷൻ സ്റ്റേജിൽ നമ്മൾ ക്ലോസ് ദ സ്റ്റേജ്, അവിടെ സെയിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. ഹിയർ ദ സെയിൽസ്മാൻ ആസ്ക് ദ പ്രോസ്പെക്ട് ടു പ്ലേസ് ഹിസ് ഓർഡർ. ആ ഒരു സെയിൽസ്മാന് ആ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കണം എന്നാണ്. എനി ഡൗട്ട് ഓർ ഒബ്ജക്ഷൻ ഓഫ് ദ പ്രോസ്പെക്ട്സ് മസ്റ്റ് ബി സോൾവ്ഡ് സാറ്റിസ്ഫാക്ഷൻലി. ആ സ്റ്റേജിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മളുടെ ഡെമോൺസ്ട്രേഷനും കഴിഞ്ഞതിന് ശേഷവും ഡിസയർ സ്റ്റേജിലാണ് നമ്മൾ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ കസ്റ്റമറിന് ഡൗട്ട് അല്ലെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് അവിടെ ആക്ഷൻ അല്ലെങ്കിൽ എന്ന സ്റ്റേജിൽ ആ ഒരു സെയിൽ ക്ലോസ് ചെയ്യണമെന്നുള്ളതാണ്. ദിസ് ഈസ് ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ AIDA അപ്രോച്ച്: അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. Next is sales promotion. Sales promotion refers to all promotional activities undertaken by the seller by offering incentives or extra benefits to the buyers. സെയിൽസ് പ്രൊമോഷൻ എന്നാൽ നമ്മൾ പ്രൊമോഷൻ എന്താണെന്ന് പഠിച്ചു. നെക്സ്റ്റ് ഈസ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊമോഷൻ, എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഒരു സെല്ലർ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസും എന്തിനു വേണ്ടിയിട്ട്? ബയ്യർ, കസ്റ്റമർ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മേടിക്കുന്നതിന് വേണ്ടി, ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ റെഫേഴ്സ് ടു ഓൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ സെല്ലർ ബൈ ഓഫറിംഗ് ഇൻസെൻറ്റീവ്സ് ഓർ എക്സ്ട്രാ ബെനിഫിറ്റ്സ് ടു ദ ബയ്യർ. നമുക്കറിയാം, നമ്മൾ ഓരോ പ്രോഡക്റ്റിനും ഇൻസെൻറ്റീവ് കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ബെനിഫിറ്റ്സും കൊടുക്കാറുണ്ട്. അതെല്ലാത്തിനെയും കൂടി പറയുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്തായിരിക്കും? ഒബ്ജക്റ്റീവ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം, ഏതൊരു പ്രോഡക്റ്റിനും നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓഫറുകൾ കൊടുക്കുന്നത് അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പുതിയ കസ്റ്റമർ, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കസ്റ്റമർ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ എല്ലാം അവർ ഉപയോഗിച്ചറിഞ്ഞുകൊണ്ട് അവർ സ്ഥിരമായിട്ട് മേടിക്കും. പക്ഷെ പുതിയൊരു കസ്റ്റമർ വരണമെന്നുണ്ടെങ്കിൽ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. അതിനെയാണ് ടു അട്രാക്ട് ന്യൂ കസ്റ്റമർ, ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്റ്റ് ക്വിക്കിലി. അപ്പോൾ പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യണം. എന്നാൽ മാത്രമേ മാർക്കറ്റ് അറിയുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമർ അറിയുകയുള്ളൂ. ടു ഇംപ്രൂവ് ദ മാർക്കറ്റ് ഷെയർ. നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ കോമ്പറ്റീറ്ററിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടാക്കണമെങ്കിലും സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യണം. നെക്സ്റ്റ്, ടു മീറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഓഫ് അതർ ഫേംസ്, ടു സ്റ്റിമുലേറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റ്, ടു മോട്ടിവേറ്റ് ഡീലേഴ്സ് ടു സെൽ മോർ. നെക്സ്റ്റ് ഈസ് സെയിൽസ് പ്രൊമോഷണൽ ടൂൾസ്. എന്തൊക്കെയാണ് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻസ്. വിവിധ തരത്തിലുള്ള സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ. സെക്കൻഡ് വൺ ഈസ് ഡീലർ സെയിൽസ് പ്രൊമോഷൻ. നെക്സ്റ്റ് ഈസ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. ഫസ്റ്റ് നമ്മൾക്ക് എന്താണ് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ എന്താണെന്ന് പഠിക്കാം. This type of promotion aims to attracting consumers towards the product and inducing them to buy it. Consumers are offered something extra in addition to the product for the price. അതായത് ഈ ഒരു പ്രൊമോഷണൽ ടൂൾ യൂസ് ചെയ്യുമ്പോൾ എയിംസ് ടു അട്രാക്റ്റിംഗ് ദ കൺസ്യൂമേഴ്സ് ടുവേർഡ്സ് ദ പ്രോഡക്റ്റ് ആൻഡ് ഇൻഡ്യൂസിങ് ദം ടു ബൈ ഇറ്റ്. നമ്മൾ കൺസ്യൂമറിനായിരിക്കും കൂടുതലായിട്ട് ഓഫേഴ്സ് കൊടുക്കുന്നത്. അവരെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസിങ് ദം ടു ബൈ ഇറ്റ്. അവർ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതിലേക്ക് താല്പര്യം ഉണ്ടാക്കും. കൺസ്യൂമേഴ്സ് ആർ ഓഫേർഡ് സംതിങ് എക്സ്ട്രാ ഇൻ അഡീഷൻ ടു ദ പ്രോഡക്റ്റ് ഫോർ ദ പ്രൈസ്. നമ്മൾ അവരൊരു പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും അവർ അഡീഷണൽ ആയിട്ട് ഒരു ബെനിഫിറ്റും കൂടി അവർക്ക് കൊടുക്കും കൺസ്യൂമർക്ക്. കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ഫ്രീ സാമ്പിൾ. ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ 2 പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കൂപ്പൺസ്, കോൺടെസ്റ്റുകൾ നടത്താറുണ്ട്, മണി റീഫണ്ട്, റിബേറ്റ്സ്. ഈ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക്
ഇതെന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. കൂപ്പൺസ്, കോൺടെസ്റ്റ്, മണി റീഫണ്ട്, അതേപോലെ തന്നെ റിബേറ്റ് കൊടുക്കുക എന്നുള്ള ആക്ടിവിറ്റീസൊക്കെ കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷനിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം പ്രൈസ് പാക്സ് കൊടുക്കാറുണ്ട്, ഫ്രീ ട്രയൽസ്. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഫ്രീ ട്രയൽസ് തരാറുണ്ട്. പ്രീമിയം ഓഫർ, ബാക്ക് അലവൻസ് ഒക്കെ, ബൈബാക്ക് അലവൻസ് ഒക്കെ തരാറുണ്ട്. നെക്സ്റ്റ് ഈസ് ഡീലർ സെയിൽസ് പ്രൊമോഷൻ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് കൺസ്യൂമർ സെയിൽസ്, കൺസ്യൂമറിനെയാണ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുന്നത്, കൺസ്യൂമറിലേക്കാണ് നമ്മൾ ആ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ഡീലർ സെയിൽസ് പ്രൊമോഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് വേരിയസ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ എ ഫേം ടു include the intermediaries to handle its product. It is intended to encourage the wholesaler, retailer and distributors to push up the sales of a particular product. It is also called trade promotion. അതായത് നമ്മൾ നേരത്തെ കൺസ്യൂമറിനാണ് കൊടുത്തിരുന്നെങ്കിൽ ഇത് ഇൻ്റർമീഡിയറീസും, ഹോൾസെയിലറിന് കൊടുക്കാം, റീറ്റെയിലർക്ക് കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർക്ക് കൊടുക്കാം. നമ്മളെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ കച്ചവടം അല്ലെങ്കിൽ വിൽപ്പന, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾസെയിലർക്ക്, റീറ്റെയിലർക്ക്, ഡിസ്ട്രിബ്യൂട്ടർക്ക്, ഇൻ്റർമീഡിയറീസിന്, ഇവരെല്ലാം ഇൻ്റർമീഡിയറീസാണ്, ഇൻ്റർമീഡിയറീസിന് നമ്മൾ ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അവർക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊമോഷനെയാണ് ഡീലർ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ പൊതുവായിട്ട് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയും. കൂടുതലായിട്ടും പ്ലൈവുഡ് ഇൻഡസ്ട്രിയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിലെ ഇൻഡസ്ട്രികളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പ്ലൈവുഡ് ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും കസ്റ്റമർ ഓഫറല്ല അവിടെ ലഭിക്കുന്നത്, ഡീലേഴ്സിന് നല്ല ഓഫർ ലഭിക്കാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ ഒരു ഇതുപോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള പ്രോഡക്റ്റിന് പോയി കഴിഞ്ഞാൽ ഒരേ കോമ്പറ്റീറ്ററിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിലും നമ്മളോട് പറയാം അത് നല്ലതാണ്, ഇത് ഒരുപക്ഷെ അവരായിരിക്കില്ല ഒരു പ്രോഡക്റ്റ്, അവർക്ക് ഏതാണ് കൂടുതലായിട്ട് ഓഫർ ലഭിക്കുന്നത് അതായിരിക്കും കൂടുതൽ വിൽക്കാൻ താല്പര്യപ്പെടുന്നത്. ഡീലർ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഡീലർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസിൽ കൂടുതലായിട്ടും ചെയ്യുന്നത് ഡിസ്കൗണ്ടുകൾ കൊടുക്കുക, അലവൻസസ്, ഡിസ്കൗണ്ടുകൾ. അവർ കൂടുതലായിട്ട് പ്രോഡക്റ്റ് വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്കൗണ്ട്സ് കൊടുക്കും, അലവൻസസ്, ഫ്രീ ഗുഡ്സ്, ഡീലർ കോൺഫറൻസസ്. കൂടുതലായിട്ട് കൺസ്ട്രക്ഷൻ മേഖലയിലാണ്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോൺഫറൻസ്, ഡീലേഴ്സ് കോൺഫറൻസ്, നമ്മൾ പെയിൻറ്റിങ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ പെയിൻറ്റേഴ്സിൻ്റെ കോൺഫറൻസ് ഒക്കെ നടത്തിയിട്ട്, അതേപോലെ തന്നെ പുഷ് മണി, ട്രേഡ് ഷോസ് ആൻഡ് എക്സിബിഷൻസ്. നമ്മൾ ഒരു കമ്പനി തന്നെ എക്സിബിഷൻസ് നടത്തും, എന്നിട്ട് നമ്മൾക്ക് അവിടെ ഒരു സ്റ്റാൾ തരും. അതുപോലുള്ള സെയിൽസ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസൊക്കെ നമ്മൾക്ക് ചെയ്യാൻ നമ്മളെ സഹായിക്കാറുണ്ട്. ഇതിനെയാണ് ഡീലർ സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. It is aimed at inducing the sales person to achieve higher volume of sales persons are encouraged to make more interest in selling. Sales person, മറ്റത് നമ്മൾ കൺസ്യൂമറിനായിരുന്നു, ഫസ്റ്റ് വൺ കൺസ്യൂമറിനായിരുന്നു, സെക്കൻഡ് വൺ ഡീലറിനായിരുന്നു, തേർഡ് വൺ എന്ന് പറയുന്നത് സെയിൽസ്മാനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. സെയിൽസ് പേഴ്സണിന് ഓഫർ കൊടുത്തിട്ട്, അതായത് ഷോപ്പിലെ സെയിൽസ് പേഴ്സണിന് ഓഫർ കൊടുത്തിട്ട് അവരെ കൂടുതലായിട്ട് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ടു മോർ ഇൻട്രസ്റ്റ് ഇൻ ദ സെല്ലിങ് ദ ഗുഡ്സ്. അവർക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് കമ്പനികൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വിറ്റ് പോകുന്നതിന് വേണ്ടിയിട്ട് അവർക്കായിരിക്കും പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്നാണ് ഇത്. ബോണസ് ടു സെയിൽസ് ഫോഴ്സ് കോൺടെസ്റ്റ്, സെയിൽസ് മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസസ് എന്നിവയാണ് നടക്കാറുള്ളത്. മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ സെയിൽസ് പ്രൊമോഷൻ, രണ്ടാമത്തത് ഡീലർ സെയിൽസ് പ്രൊമോഷൻ, മൂന്നാമത്തത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. നെക്സ്റ്റ് ഈസ് പബ്ലിസിറ്റി ആൻഡ് പബ്ലിക് റിലേഷൻ. എന്താണ് പബ്ലിസിറ്റി എന്നുള്ളതും എന്താണ് പബ്ലിക് റിലേഷൻ, നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കേൾക്കുന്നതാണ് പബ്ലിസിറ്റി. അവർക്ക് ഭയങ്കര പബ്ലിസിറ്റിയാണ്, അല്ലെ പബ്ലിക് റിലേഷൻ, PR ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നതാണ്. എന്താണ് പബ്ലിസിറ്റി? ഇറ്റ് റെഫേഴ്സ് ടു ഫേവറബിൾ ന്യൂസ് അബൌട്ട് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് അപ്പിയറിംഗ് ഇൻ ഡിഫറെൻറ്റ് മീഡിയ. ഇറ്റ് ഈസ് പ്ലാൻഡ് വേ ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ഇൻഫോമിംഗ് അബൌട്ട് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഒരു കമ്പനിയുടെ planned way of presentation of information about a company and its product. ഒരു
കമ്പനിയെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ പബ്ലിസിറ്റി കൊടുക്കുക. ഇറ്റ് റെഫേഴ്സ് ടു ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസുകൾ കൊടുക്കുക ഒരു മാഗസിനിൽ. അങ്ങനെയൊക്കെ പ്രോഡക്റ്റ് അപ്പിയർ ഇൻ ഡിഫറെൻറ്റ് മീഡിയകളിൽ നമ്മൾ നൽകുന്നതിനാണ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു ഫേവറബിൾ ന്യൂസ് അബൌട്ട് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്സ് appearing in different media. It is planned way of presentation of information about a company and its products. Next is public relation. എന്താണ് public relation? It refers to maintaining good relationship with the company and the public. പബ്ലിക്കിൻ്റെയും കമ്പനിക്കിടയിലുള്ള റിലേഷൻഷിപ്പിനെ ദൃഢമായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ് പബ്ലിക് റിലേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ കമ്പനി ആൻഡ് പബ്ലിക്. ഇറ്റ് ഈസ് പ്ലാൻഡ് എഫേർട്ട് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ് ഇമേജ് ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ് എമംഗ് ദ പബ്ലിക്. ടൂൾസ് ഓഫ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളുകൾ എന്തൊക്കെയാണ്? ന്യൂസ് റിലീസ് കൊണ്ടുവരാണ്ട് കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങൾ അറിയിക്കാനൊക്കെ നമ്മൾ ന്യൂസ് റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ലെറ്റർ പാഡിൽ നമ്മൾ പത്രങ്ങളിൽ പരസ്യം കൊടുക്കാറുണ്ട്. കമ്പനിയുടെ ഓണർഷിപ്പ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ ന്യൂസ് റിലീസ് വാർത്ത പുറത്തേക്ക് കൊണ്ടുവരാറുണ്ട്. അല്ലെങ്കിൽ അവരെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ അവരുമായിട്ട് ഈ പൊതുജനങ്ങളെ അറിയിക്കാനുള്ള ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള പ്ലാൻഡ് ആയിട്ടുള്ള സംഭവം. നെക്സ്റ്റ് ഈസ് പ്രസ് കോൺഫറൻസ് വിളിക്കാറുണ്ട് ഫിലിം ആൻഡ് വീഡിയോസിലൂടെ, അത് പരസ്യങ്ങളിലൂടെ, ഫീച്ചേഴ്സ് ആർട്ടിക്കിൾസ് മാഗസിനുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കമ്പനിയെക്കുറിച്ച്, നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഫീച്ചേഴ്സ് എഴുതാറുണ്ട്. അല്ലെങ്കിൽ ബിസിനസ് മാഗസിനുകളിലൊക്കെ നമ്മൾ ഓരോ കമ്പനിയുടെയും കാര്യങ്ങൾ അറിയാറുള്ളതാണ്, വായിക്കാറുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് ആർട്ടിക്കിൾസ് ചെയ്താൽ മീറ്റിങ്സ്, ബ്രോഷർ തയ്യാറാക്കുക. അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് പബ്ലിക് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടെല്ലാം മെയിൽ അയക്കുക എന്നുള്ളതാണ് ടൂൾസ് ഫോർ പബ്ലിക് റിലേഷൻ. എന്താണ് പബ്ലിക് റിലേഷൻ? ടു മെയിൻറ്റെയിൻ ദ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് പബ്ലിക്. പബ്ലിക്കിൻ്റെയും കമ്പനിക്കിടയിലുമുള്ള റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ദൃഢമായി സൗഹൃദ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. എന്താണ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ് എന്നാണ്? ഇറ്റ് ഈസ് എ മാർക്കറ്റിംഗ് പ്രോസസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് ആൻഡ് പ്രോസ്പെക്റ്റീവ്. It is one-to-one marketing process which changes according to changes in the actions of customers and prospects. അതായത് വൺ മാർക്കറ്റിംഗ് ആണ്. അതായത് ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് നമ്മളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ വ്യത്യാസം. ഇറ്റ് ഈസ് മാർക്കറ്റിംഗ് പ്രോസസ് വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ദ ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽ കസ്റ്റമർ. ഇൻഡിവിജ്വലായിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റിംഗ് ടെക്നിക്സ് മാറ്റം വരുത്തും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് വൺ മാർക്കറ്റിംഗ് പ്രോസസ് വിച്ച് ചേഞ്ചസ് അക്കോർഡിംഗ് ടു ചേഞ്ചസ് ഇൻ ദ ആക്ഷൻസ് ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് പ്രോസ്പെക്ട്സ്. നമ്മുടെ പ്രോസ്പെക്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്ലയൻസിൻ്റെ, കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചസിൽ അനുസരിച്ച് നമ്മുടെ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ ചേഞ്ചസ് വരുത്തുക എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് ഓഫ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് ടു-വേ ഡയലോഗ് ബിറ്റ്വീൻ ദ മാർക്കറ്റർ ആൻഡ് ദ കസ്റ്റമർ. ഇതൊരു ടു-വേ ഡയലോഗ് പ്രോസസ്സാണ്. എങ്ങനെ? മാർക്കറ്ററും ആരാണോ ദ കസ്റ്റമർ എന്ന് പറയും. ഇൻ ദിസ് മെസ്സേജ് ആർ ഡിസൈൻ ടു സ്യൂട്ട് ദ കസ്റ്റമർ പ്രിഫറൻസസ്. നമ്മൾ ഈ ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിങ്ങിൽ നമ്മൾ ആ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്നത് കസ്റ്റമറുടെ പ്രിഫറൻസിനനുസരിച്ചായിരിക്കും. Customers are requested to give their feedback and marketing communication is planned on the basis of the information provided by the customers. Customers are requested to give their feedback. കസ്റ്റമേഴ്സിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യും അവരുടെ ഫീഡ്ബാക്ക് ലഭിക്കുക. അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ തന്നെയാണോ നമ്മളുടെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഇതിനൊക്കെയാണ് ടൈപ്സ് ഓഫ് ഇൻറ്ററാക്റ്റീവ് മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, കമ്പനീസ് സോഷ്യൽ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമ്മളുടെ കമ്പനീസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ അതിന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾക്ക് ചില വെബ്സൈറ്റുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെയൊക്കെ ആസ്ക് എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം കാണാറുണ്ട്. അവിടെ നമ്മൾ ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള
മാർക്കറ്റിംഗ് ടെക്നിക്സ്. അത് നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മുടെ എന്ത് എൻക്വയറീസ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ തരുന്നത് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആയിരിക്കും. പിന്നെ പേഴ്സണലൈസ്ഡ് കണ്ടൻറ്റ്, സോഷ്യൽ മീഡിയ, കമ്പനിയുടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഈസ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. നമുക്കറിയാം, നമ്മൾ ഒരുപക്ഷെ ആദ്യകാലങ്ങളിലൊക്കെ കേട്ടിരുന്ന ഒരു സംഭവമായിരുന്നു വേർഡ് ഓഫ് മൗത്ത്. ഈസ് എ പവർഫുൾ മാർക്കറ്റിംഗ് ടൂൾ. ഇത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടൂളാണ്. ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ദ മാർക്കറ്റർ സീസ് ദാറ്റ് ദ കൺസ്യൂമർ ഈസ് സ്പ്രെഡ് ഫേവറബിൾ ഒപ്പീനിയൻ അബൌട്ട് ദ പ്രോഡക്ട്സ് ഓഫ് പ്രോസ്പെക്റ്റീവ് ബയേഴ്സ് ടു. അതായത് നമ്മൾ സ്ഥിരമായിട്ടുള്ള കൺസ്യൂമർ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയെ കുറിച്ച് ഒരു ഒപ്പീനിയൻ, ഫേവറബിൾ ആയിട്ടുള്ള ഒപ്പീനിയൻ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്ലയൻസിന് നൽകുക എന്നുള്ളതിനാണ് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓൺലൈൻ കൊമേഴ്സ് ആയിട്ടുള്ള ഓൺലൈൻ ട്രേഡേഴ്സിൽ നിന്ന് നമ്മൾ പ്രോഡക്റ്റൊക്കെ എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ റിവ്യൂസ് വായിച്ചു നോക്കും. റിവ്യൂസിൽ ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് മേടിക്കാനുള്ള താല്പര്യം നമുക്കുണ്ടാവുള്ളൂ. റിവ്യൂസ് നോക്കിയിട്ട് ഒരുപാട് മേടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെ ഒപ്പീനിയൻ നോക്കിയിട്ട് ഹീറോയുടെ സ്പ്ലെൻഡർ നല്ല ബൈക്കാണെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോഴൊക്കെ അത് മേടിക്കാൻ താല്പര്യപ്പെടാറുണ്ട്. അതായത് വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്, ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞ് പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്ലയൻസിനെ കൊണ്ട് മേടിപ്പിക്കുക. അതാണ് പറയുന്നത് ഇംപ്ലിമെൻ്റ് ഓഫ് വേർഡ് മൗത്ത് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. എൻകറേജ് കൺസ്യൂമർ ടു ക്രിയേറ്റ് ആൻഡ് ഷെയർ കണ്ടൻറ്റ്സ് അബൌട്ട് പ്രോഡക്റ്റ്. നമ്മുടെ കൺസ്യൂമറിനോട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അവർ കൂടുതലായിട്ട് പറയാൻ അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് ഈസ് ഷെയർ കസ്റ്റമർ ടെസ്റ്റിമോണിയൽസ് ആൻഡ് റിവ്യൂസ്. നമുക്കറിയാം, നല്ല റിവ്യൂസൊക്കെ ഒരിക്കലും വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഒരു വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ നല്ല റിവ്യൂസൊന്നും ഒരിക്കലും റിമൂവ് ചെയ്യപ്പെടാറില്ല. അത് സോഷ്യൽ മീഡിയകളിൽ കമ്പനിയുടെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. നല്ല ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ഫിലിം സ്റ്റാർസൊക്കെ ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഒഫീഷ്യൽ പേജിൽ അത് നല്ലൊരു റീച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിനാണ് നമ്മൾ എന്താ പറയുക വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു സംഭവത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് കിട്ടുന്ന കസ്റ്റമേഴ്സ്, പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ ആ പ്രോസ്പെക്റ്റീവ്സ് ആയിട്ടുള്ള ക്ലയൻസിന് ഷെയർ. നെക്സ്റ്റ് ഈസ് ഇൻക്ലൂഡ് പ്രോഡക്ട്സ് റേറ്റിംഗ്സ് ഓൺ ദ വെബ്സൈറ്റ്. റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ്. ഓഫർ ഇൻസെൻറ്റീവ് ടു കസ്റ്റമേഴ്സ്, ക്രിയേറ്റ് ഫോർമൽ റെഫറൽ പ്രോഗ്രാംസ്. ഇപ്പോൾ പുതുതായിട്ടൊക്കെ കണ്ടുവരുന്നതാണ് എംപ്ലോയി റെഫറൽസ്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് റെഫറൽസ് ഒക്കെ. നമ്മൾ പ്രോഡക്റ്റ് ആളുകളെ കൊണ്ട് റെഫർ ചെയ്യുക. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഒരു പെന്നെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊക്കെ നമ്മൾ പറയും ആ പെന്ന് നല്ല പെന്നാണ്, നിങ്ങൾക്ക് അത് മേടിക്കാൻ ഞാൻ റെഫർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ റെഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് ഓഫർ കിട്ടും. 5 പേര് മേടിച്ച് കഴിഞ്ഞാലൊക്കെ ആ ഒരു റെഫറൽ ആക്ടിവിറ്റീസ് അതിലൂടെയും വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്കറിയാം. വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് എന്ന ആ വേർഡിൽ നിന്ന് തന്നെ അറിയാം. ലെസ് കോസ്റ്റാണ്, നമുക്ക് എക്സ്പെൻസീവ് വളരെ കുറവാണ്. ബാക്കിയുള്ള ഏത് മെത്തേഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് പ്രൊമോഷണൽ ടൂൾസ് എടുത്ത് നോക്കുകയാണെങ്കിലും ലെസ് എക്സ്പെൻസീവ് ആണ്. ഹാവ് ടു ബിൽഡ് ബ്രാൻഡ് ഇമേജ്. വേർഡ് ടു മൗത്ത് മാർക്കറ്റിങ്ങിലൂടെ നമ്മൾക്ക് കൂടുതലായിട്ട് പ്രൊമോഷൻ ലഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതലായിട്ട് പരസ്യം ലഭിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു നല്ലൊരു ബ്രാൻഡ് ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് കസ്റ്റമർ ട്രസ്റ്റ്, ഹയർ സെയിൽസ്, ഹയർ പ്രോഫിറ്റ്സ്. നെക്സ്റ്റ് ഈസ് വൈറൽ മാർക്കറ്റിംഗ്. എന്താണ് വൈറൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ്. വൈറൽ മാർക്കറ്റിംഗ് refers to marketing or advertising that spread at a fast rate through addition of new users. When a message reaches a person, it spread to several persons whom
he may contact. Viral marketing is also known as viral advertising or marketing buzz. It is resorted through word of mouth, internet, mobile. It is an internet version of mouth marketing. നമ്മൾ നേരത്തെ പറഞ്ഞു വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസിങ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ദാറ്റ് സ്പ്രെഡ് എ ഫാസ്റ്റ് റേറ്റ് ത്രൂ അഡീഷൻ ഓഫ് ന്യൂ യൂസേഴ്സ്. പുതിയ യൂസേഴ്സിനെ കൊണ്ട് അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഒരു സംഭവം പെട്ടെന്ന് വൈറലാവുക. ആ ഒരു വേർഡിൽ നിന്ന് തന്നെ ആ വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയാം. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പുതിയ യൂസേഴ്സ് കൂടുതലായിട്ട് പെട്ടെന്ന് കൂടി വരുന്നതിനാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫാസ്റ്റ് റേറ്റ് ത്രൂ അഡീഷൻ ഓഫ് ന്യൂ യൂസേഴ്സ്. വെൻ എ മെസ്സേജ് റീച്ചസ് എ പേഴ്സൺ ഇറ്റ് സ്പ്രെഡ് ടു സെവറൽ പേഴ്സൺ ഹൂം ഹി മേ കോണ്ടാക്ട്. നമ്മൾക്ക് പെട്ടെന്നുണ്ടാവുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ ആ മെസ്സേജസിലുണ്ടാവുന്ന ചിലപ്പോൾ സന്ദർഭോചിതമായിട്ട് നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പാണ് സർഫ് എക്സലിൻ്റെ റംസാനുമായിട്ട് ദീപാവലിയുമായിട്ട് ഒരു പരസ്യം കണ്ട് പെട്ടെന്ന് ആ ഒരു മെസ്സേജ് ആ ഒരു മാർക്കറ്റിംഗ് ടൂള് പെട്ടെന്ന് നമ്മളുടെ എല്ലാവരിലേക്കും നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റാറ്റസായി ആ ഒരു മെസ്സേജ്. അപ്പോൾ അതുപോലെ നമ്മൾ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് വൈറൽ മാർക്കറ്റിംഗ്. അതിനെയാണ് വൈറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അത് ആരിൽ നിന്ന് പുറപ്പെട്ടു എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ത്രൂ ഇൻ്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്ക്, സോഷ്യൽ മീഡിയ, ഇതെല്ലാം അതിന് കാരണമായി. ഇറ്റ് ഈസ് ആൻ ഇൻ്റർനെറ്റ് വേർഷൻ ഓഫ് മൗത്ത് മാർക്കറ്റിംഗ്. ഇതൊരു തരത്തിൽ മൗത്ത് മാർക്കറ്റിംഗ് തന്നെയാണ്, പക്ഷേ ഇതിനെ നമ്മൾ എന്തെന്ന് ഇൻ്റർനെറ്റ് വേർഷനാണ്. ഇത് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ആണ് ഇത് നടക്കുന്നത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പഠിച്ചു, പ്രൊമോഷണൽ മിക്സ് എന്താണെന്ന് പഠിച്ചു, പ്രൊമോഷൻ എന്തെന്ന് പഠിച്ചു, സെയിൽസ് പ്രൊമോഷൻ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ഹൗ ടു അനലൈസ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യുക, മനസ്സിലാക്കുക, മെഷർ ചെയ്യുക എന്നുള്ളതിനൊക്കെ കുറിച്ച് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിൽ എടുക്കുന്നത്. താങ്ക് യു.